അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹറത്തുൽ ബയാനിൽ വന്ന മറ്റൊരു ചോദ്യമാണ് ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്നത്. ഈ ക്ലാസ് റൂമിൽ വളരെ അത്യാവശ്യമുള്ള നാം അറിയേണ്ട കാര്യങ്ങളാണ് ചോദ്യങ്ങളായി അതിൻ്റെ ഉത്തരവുമായി വരുന്നത്. അതുകൊണ്ട് 4 കാര്യങ്ങൾ ശ്രോതാക്കളായ ആളുകളെ ഉണർത്തുകയാണ്. 1, ഈ ഉള്ളവന് വേണ്ടി പ്രാർത്ഥിക്കുക. 2, ലൈക്ക് ചെയ്യുക. 3, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 4, വല്ല കമന്റുകളും ഉണ്ടെങ്കിൽ, നല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ അതും, ഇല്ലെങ്കിൽ മറ്റെന്ത് ഉണ്ടോ അതും കമന്റ് ചെയ്യുക. ഇത് മറക്കരുത് എന്ന് ഉണർത്തുകയാണ്. ഇന്ന് നമുക്ക് വന്നിട്ടുള്ള ചോദ്യം ആദ്യം കേട്ടു നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മുജീബ് കാസർഗോഡ്. തങ്ങളോട് ചോദ്യം ഉണ്ടായിരുന്നു, സംശയം, ഉംറയുമായി ബന്ധപ്പെട്ട സംശയമാണ്. അതായത് നമ്മൾ മീഖാത്തുനിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് അതിർത്തി ഉണ്ടാവുമല്ലോ, അതിർത്തിൻ്റെ കടന്നോ ഇല്ലേ എന്നുള്ള ജസ്റ്റ് ഒരു സെക്കൻഡ് അപ്പുറം സംശയം വന്നുപോയി. മീഖാത്തിൻ്റെ ഇത് അതിർത്തി ബസ് കടന്നോ ഇല്ലേ എന്നുള്ളത് നിയ്യത്തിൻ്റെ കാര്യത്തിൽ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രതിവിധി എന്ന് തങ്ങൾ പ്രത്യേകം വിവരിച്ചു തരണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം. അതാണ് ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ചോദ്യം. ചോദ്യത്തിൽ പറയുന്നത് മീഖാത്ത് ഉംറനെ പറ്റിയാണ് ചോദ്യം. ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യുന്ന ഒരാള്, അയാളെ സംബന്ധിച്ചുള്ള ചോദ്യമാണ്. മീഖാത്ത് പോയി ഇഹ്റാം ചെയ്യണമെന്ന് കരുതി മീഖാത്ത് വിട്ടുകടന്നതിന് ശേഷമാണ് ഇഹ്റാം ചെയ്യുന്ന കാര്യം ഓർമ്മയായത്. അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് കുളിച്ച് അതുപോലുള്ള എല്ലാ പ്രവർത്തനങ്ങളും സുന്നത്തായ കാര്യങ്ങളൊക്കെ നടത്തി. പക്ഷെ ഇഹ്റാം ചെയ്യാൻ മറന്നിരുന്നു. അങ്ങനെ മീഖാത്ത് വിട്ട് പോന്നതിന് ശേഷം അയാൾക്ക് ഇഹ്റാം ചെയ്തിട്ടില്ലല്ലോ എന്ന് ബോധ്യമായി. അല്ലെങ്കിൽ അയാൾക്ക് സംശയം, ഇഹ്റാം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് സംശയം. എന്നാൽ എന്ത് ചെയ്യണം അയാള് എന്നതാണ് ഈ ചോദ്യത്തിൽ മുജീബ് കാസർഗോഡ് നിന്ന് നമ്മോട് സംശയമായി ഉന്നയിച്ചിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് തുഹഫ അതിന്റെ ഭാഗം 4 പേജ് 48 ഒമം ബലഗ മീഖാത്തൻ, ഒരാള് മീഖാത്തിലെത്തി, അല്ലെങ്കിൽ മീഖാത്തിന്റെ നേരെ എത്തി. മീഖാത്തിലൂടെയല്ല യാത്ര ചെയ്യുന്ന ആള് എങ്കിൽ അങ്ങനെ എത്തി. അങ്ങനെ എത്തിയതിനു ശേഷം വയൻ ബലവു മുരീദൻ, അയാള് ഹജ്ജ് ഉംറ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചുകൊണ്ടാണ് അതിലൂടെ വരുന്നത് എങ്കിൽ ലം തജ്സു മുജാവസത്തുഹു ബിഗൈരി ഇഹ്റാമിൻ, ഇഹ്റാം ചെയ്യാതെ മീഖാത്ത് വിട്ടുകിടക്കാൻ പാടില്ല. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി ഫൈൻ ഫഅല, അങ്ങനെ ഒരാൾ വിട്ടുകിടക്കും, നാസിയ, ഒന്നുക്കലെ ഓർമ്മയില്ലാതെ മറന്നുകൊണ്ട്, ഔ ജാഹിലൻ, അല്ലെങ്കിൽ അവനക്ക് അറിയില്ല, വിവരമില്ലാതെ വിട്ടുകിടക്കും. എന്നാൽ ലസിമഉൽ അഉദു, അവന് തിരിച്ച് മടങ്ങൽ നിർബന്ധമാണ്. ലിയുഹ്രിമ മിൻഹു, അവിടെ നിന്ന് തന്നെ ഇഹ്റാം ചെയ്യാൻ വേണ്ടി മീഖാത്തിൽ. അങ്ങനെ മടങ്ങിയിട്ടില്ലെങ്കിൽ അങ്ങനെ മടങ്ങണം, മടങ്ങി ഇഹ്റാം ചെയ്യാം. അതാണ് അവൻ ചെയ്യേണ്ടത്. പക്ഷേ ഇല്ലാ ഇദാ കാന ലഹു ഉദ്റുൻ, അവനിക്ക് കാരണമുണ്ടെങ്കിലും ഇല്ല. അതെങ്ങനെ? കാം വാക്കൽ വഖത്തു അനിൽ ഔദി, ഇനി തിരിച്ചു മടങ്ങി ചെന്ന് തിരിച്ചു വരുമ്പോഴത്തേന് അവന്റെ ഹജ്ജിന്റെ സമയമാണ്, ഹജ്ജ് നഷ്ടപ്പെടും.
ഔകാന ത്വരീഖും മഖൂഫൻ, അല്ലെങ്കിൽ പോകേണ്ട വഴി അവനെ പേടിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ അപ്പം മടങ്ങിയിട്ടില്ലെങ്കിൽ ലസിമഹു ദമുൻ, അവനിക്ക് ദമു നിർബന്ധമാക്കും എന്നാണ്. വാജിബാത്തുകൾ ഒഴിവാക്കിയാൽ ദമു നിർബന്ധമാക്കും. വാജിബാത്തുകൾ ഹജ്ജിന്റെ ആണെന്നുണ്ടെങ്കിൽ 5 വാജിബാത്തുകളുണ്ട്. ഉംറക്കാണെങ്കിൽ പിന്നെ 2 വാജിബാത്തുകളുണ്ട്. ഹജ്ജിന്റെ വാജിബാത്തുകള് ഇഹ്റാം, ഒന്നാമത്തെ തന്നെ ഇഹ്റാമും മീഖാത്തിൽ നിന്നാവുക. പിന്നെ 2 മുസ്ദലിഫയിൽ രാത്രി താമസിക്കുക, മിനയിൽ തശ്രീഖിന്റെ ദിവസങ്ങളുടെ രാത്രി താമസിക്കുക, 3 ജംറകളിലേക്ക് എറിയുക, വദാഇന്റെ തവാഫ് ചെയ്യുക. ഇതിൽ നിന്നും ഒന്നൊഴിവാക്കിയാൽ ദമു നിർബന്ധമാണ്. ദമു എന്ന് പറഞ്ഞാൽ ഒരു ആടിനെ അറുത്തു കൊടുക്കൽ അവനിക്ക് നിർബന്ധമാണ്. തന്നെയാണ് ശറഉൽ മുഅദ്ദബിലും പറയുന്നത്. ശറഉൽ മുഅദ്ദബ് ഭാഗം 8, 8ാമത്തെ ഭാഗത്തിൽ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ട് പറയാം. ഫൈൻ കാന ലഹു ഉദ്റുൻ, ഇനി അവനിക്ക് ഉദ്റുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞത് തന്നെയാണ്, വഴി പേടിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ ഹജ്ജ് നഷ്ടപ്പെടുമെന്നോ ഭയപ്പെടുന്നുണ്ടെങ്കിലും മടങ്ങേണ്ട, അവൻ ദമ്മു കൊടുത്താൽ. അങ്ങനെ മടങ്ങിയാൽ പിന്നെ ദമ്മു നൽകേണ്ട ആവശ്യവും ഇല്ല. ഇതാണ് ശറഉൽ മുഅദ്ദബിലും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.